ഉത്രാട നക്ഷത്രത്തിൻ്റെ കാൽഭാഗം. ഉത്രാട നക്ഷത്രത്തിൻ്റെ കാൽഭാഗം മാത്രമാണ് ധനുവിലും, മകരത്തിൽ മുക്കാൽ ഭാഗവും ഉണ്ട്. അപ്പോൾ ഈ മകരത്തിലുള്ള ആ മുക്കാൽ ഭാഗമുള്ളവർക്ക് ശനീശ്വരൻ ഏഴര ശനി അങ്ങോട്ട് കഴിയുകയാണ്. ഏഴര ശനി കഴിഞ്ഞു. അവർക്ക് 3-ാം ഭാവത്തിലേക്കാണ് ശനീശ്വരൻ പോകുന്നത്. 2-ലേക്കാണ് രാഹു വരുന്നത്. അപ്പോൾ അവർക്ക് ഏറ്റവും നല്ലൊരു ഭാവമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മകരൻ രാശിയിലുള്ള ഉത്രാട നക്ഷത്രക്കാർക്ക് ഏഴര ശനി കഴിഞ്ഞു. പക്ഷേ ഈ ധനുരാശിയിലുള്ളവർക്കും നല്ലൊരു സമയമാണ്. മകരൻ രാശിയിൽ പെടുന്ന ഈ ഉത്രാട നക്ഷത്രക്കാർക്ക് വ്യാഴം വന്ന് നിൽക്കുന്നത് 6-ാം ഭാവത്തിലാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് നമ്മൾ കൊടുക്കൽ വാങ്ങൽ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ രാഹു 2-ലാണ്. മോഹങ്ങൾ കുറേ തരുന്നു. മോഹങ്ങൾ ഇത് ഇന്നത് വന്നാൽ അത് ഇന്നത് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മോഹഗ്രഹങ്ങളാണ് രാഹു. അപ്പോൾ ഈ രാഹു 2-ലെ ഭാവത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ ക്രയവിക്രയങ്ങൾ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിച്ചാൽ മതി. നിങ്ങൾ ഒരു ദിവസത്തിന് ഒരു ആൻസർ പറയണ്ട. പിറ്റേ ദിവസം നോക്കിയിട്ട് മതി എന്നുള്ള ഭാവത്തിൽ നമ്മൾ നിൽക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6-ലാണ് നമ്മുടെ വ്യാഴം വന്ന് നിൽക്കുന്നത്, 2-ലാണ് രാഹുവും. ഇപ്പോൾ രാഹു എന്നത് ഒരു ഷേഡോ ഗ്രഹമാണ്, നിഴല് പോലെയാണ്. അപ്പം നമ്മളെ കൂടെ കൊണ്ട് നടന്നിട്ട് ഇന്നതൊക്കെ മോഹങ്ങളൊക്കെ കാണിച്ചു തന്ന് ആ കുഴിയിലേക്ക് നമ്മളെ തട്ടിയിടും. പക്ഷെ നമ്മളൊന്ന് ഇരുന്ന് ചിന്തിച്ച്, അതായത് ഇന്ന് പറയുന്നില്ലേ, അപ്പം നമ്മളൊരു സ്ഥലം വാങ്ങി, അപ്പോൾ ഞാൻ വീട്ടിലേക്ക് ഒന്ന് ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നാൽ ചിലപ്പോൾ ഒരു രാത്രി 2 ദിവസം കൊണ്ടോ നമുക്ക് വേറൊരു ചിന്തകളൊക്കെ നമുക്ക് വരാം. സാമ്പത്തികമായിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ ചിന്തിച്ചിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച്. മറ്റവർക്കും ഏറ്റവും നല്ലൊരു സമയമാണ്. ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ എടുത്ത് ചാടി ഒന്നും സംസാരിക്കാതിരിക്കുക. എന്നുവെച്ചാൽ എടുത്ത് ചാടുന്നത് ഈ രാഹു നമുക്ക് കുഴപ്പത്തിലാക്കും. അപ്പം അതുകൊണ്ട് വാക്കുകളെ വളരെയധികം സൂക്ഷിക്കുക. വാഗ്ദേവതയായ സരസ്വതീനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ശനീശ്വരൻ പിന്നെ 3-ലാണ്, ഏറ്റവും നല്ല ഭാവത്തിലാണ്. ഏഴര ശനിയൊക്കെ കഴിഞ്ഞു. ഒന്ന് നല്ല രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഉത്രാട നക്ഷത്രക്കാർ ഈ ഒരു വർഷം ഏറ്റവും നല്ല ശോഭന ഫലങ്ങളൊക്കെ ലഭിക്കും. അവർ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ.